നമ്മളെല്ലാവരും വാഷിംഗ് മെഷീൻ വീട്ടിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ. അത് സെമി ആയാലും ഓട്ടോമാറ്റിക് ആയാലും അല്ലേ. അപ്പോൾ സെമി ആയാലും ഓട്ടോമാറ്റിക് ആയാലും അതിൽ അതിൻ്റെ കപ്പാസിറ്റി എഴുതിയിട്ടുണ്ടാവും. ഒന്നിൽ 5 kg അല്ലെങ്കിൽ 8 kg അല്ലെങ്കിൽ 10 kg അല്ലെങ്കിൽ 6 kg 6.2 kg ആണത്. അത് ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡിങ്. ഇത് സെമി ഓട്ടോമാറ്റിക്. പക്ഷേ നമുക്ക് പ്രവർത്തിപ്പിക്കാനും ഉപയോഗിക്കാനും ലാഭം സെമി തന്നെയാണ്. മറ്റേതെന്ന് വെച്ചാൽ അതിൻ്റെ പുറകെ നിൽക്കേണ്ട, ഇട്ട് കഴിഞ്ഞാൽ എല്ലാം പിഴിഞ്ഞ് സോക്ക് ചെയ്ത് അത് ഡ്രൈ ആക്കി തരും. അതാണ് ഫുൾ ഓട്ടോമാറ്റിക്. ഇത് സെമി ഓട്ടോമാറ്റിക്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ലോഡിങ് കപ്പാസിറ്റി ഉണ്ട്. ഈ ലോഡിങ് കപ്പാസിറ്റി ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് 8 kg, അത് 6.2 kg. അപ്പോൾ എന്താണ് ഈ 8 kg എന്നുള്ളത് ചോദിച്ച് ഒരാൾ ഒരു ഗ്രൂപ്പിൽ ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പിൽ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ അന്നേരം ആൻസർ ചെയ്തത് തുണി നനച്ച് പിഴിഞ്ഞ് കഴിഞ്ഞാൽ തൂക്കമാണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന്. അപ്പോൾ ഓരോരുത്തർ പോയി ഗൂഗിളിൽ നോക്കുന്നു, ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ അവർ ഡ്രൈ ക്ലോത്തിൻ്റെ വെയിറ്റാണ് 8 kg എന്ന് പറയുന്നു. അത് തന്നെ എല്ലാവരും പറയുന്നു. അങ്ങനെ പറയുന്നു 8 kg എന്ന് പറഞ്ഞാൽ ഡ്രൈ ക്ലോത്തിൻ്റെ വെയിറ്റാണ്, കമ്പനി പറയുന്നതാണ്, അല്ല ഗൂഗിൾ പറയുന്നതാണ്. ഗൂഗിൾ എന്ത് പറഞ്ഞാലും അത് നമ്മൾ അനുസരിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ആൾക്കാർക്ക്. ഗൂഗിൾ ഒരു മാപ്പ് വന്നു കഴിഞ്ഞാൽ അതിൽ പോയിക്കോ, പുറത്തിലോ റോട്ടിലോ വീണ് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ ഈ 8 kg എന്നാണ് കറക്റ്റായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ വീഡിയോ ഇടുന്നുണ്ട്. കറക്റ്റായിട്ട് തൂക്കം നോക്കി. ഇതിപ്പോൾ ഈ കാണുന്ന ഈ ബക്കറ്റിനകത്ത് വെച്ചിരിക്കുന്ന 4 kg ഉള്ളൂ. ഈ 4 kg തന്നെ ഇതിനകത്തിടാൻ മാക്സിമം ആണ് അതിൻ്റെ ലോഡ്. ഈ 4 kg നനഞ്ഞു കഴിഞ്ഞാൽ 8 kg കൂടുതൽ വരും. അപ്പോൾ ഈ 4 kg അത് ഈ 4 കിലോ മാത്രമേ ഇതിനകത്ത് ഇടാൻ പറ്റുള്ളൂ. 8 കിലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെറ്റായിട്ടുള്ള നനഞ്ഞിരിക്കുമ്പോഴുള്ള വെയിറ്റാണ് 8 കിലോ. അതാണ് കാണിക്കുന്നത്. പക്ഷെ അതൊരിക്കലും ഡ്രൈ ക്ലോത്തിൻ്റെ അല്ല. ഡ്രൈ ക്ലോത്തിൻ്റെ ആണോ അല്ലോ എന്നുള്ളത് കറക്റ്റായിട്ട് വീഡിയോ സഹിതം എൻ്റെ പുറകെ ഞാൻ ഇടുന്നതാണ്. ഓക്കെ. ഈ ചാനൽ അല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഗുഡ് ബൈ. ഇത് കാണിക്കുക 8 കിലോ കപ്പാസിറ്റി ഉള്ള ഒരു വാഷിംഗ് മെഷീനാണ്. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് ഈ കാണുന്നത്. 8 കിലോ കപ്പാസിറ്റിയാണ്. എന്താ ഇവിടെ ഞാൻ നിറച്ചിരിക്കുന്ന തുണി ഏതാണ്ട് 7 കിലോ മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇവിടം വരെ 1 കിലോ കൂടി നിറച്ചാൽ ചിലപ്പോൾ ഇത്ര വരെ. ഡ്രൈ ക്ലോത്ത്, വെറ്റല്ല, ഡ്രൈ ക്ലോത്താണ്. അപ്പോൾ ഇതിൽ 8 കിലോ എന്ന് പറയുന്നത് മാറ്റിത്തരാം, കാണിച്ചു തരാം. ഒന്ന് തൂക്കിത്തരാം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഈ ബക്കറ്റ് ഏകദേശം 795 ഗ്രാം. പോട്ടെ, 3/4 കിലോ പിടിച്ചോ. 3/4 കിലോ പിടിച്ചോ. ഇത് 3/4 കിലോ. അപ്പോൾ 1.5 കിലോ ഉണ്ട് ബക്കറ്റ്. ഇനി അതിനകത്തേക്ക് തുണി തിരിച്ചിടുക. തുണിയല്ല, ഇതിനകത്തേക്ക് തിരിച്ചിടുകയാണ്. കനമുള്ളതൊന്നുമില്ല, എല്ലാം വീട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സ് മാത്രമാണ്. അപ്പോൾ കാണിച്ചു തരാം. ഈ 2 ബക്കറ്റും തൂക്കി കാണിച്ചു തരാം. ഓരോ ബക്കറ്റിനും 3/4 കിലോ വെച്ചുണ്ടാവും. ഇത് ഒന്ന് 4 കിലോ 50 ഗ്രാം ഉണ്ട്.
അതിൽ 3/4 കിലോ കുറക്കണം. അത്രയേ ഉള്ളൂ തുണിയുടെ വെയിറ്റ്. 4 കിലോ കിട്ടിയായിരുന്നേ. 4 കിലോ 50 ഗ്രാം ഉണ്ടോ? അങ്ങനെ നോക്ക്. ഇനി അടുത്ത ബക്കറ്റ് ഇത്ര ഉണ്ട്. ഇതും 4 കിലോ 210 ഗ്രാം ഉണ്ട്. 4 കിലോ 210 ഗ്രാം. അതിൽ നിന്ന് ഈ ബക്കറ്റിൻ്റെ 1.5 കിലോ കുറച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും? 1 കിലോ കുറച്ചോ? അപ്പോഴും 7 കിലോ എടുത്തായിട്ട്. ഈ 7 കിലോയാണ്, ഈ 7 കിലോ ഡ്രൈ ക്ലോത്താണ് ഞാനിവിടെ ഇടുന്നത്. ഇവിടെ നോക്ക്, മെഷീൻ കപ്പാസിറ്റി 8 കിലോ ആണ് കേട്ടോ. അകത്ത് പിടിച്ചോ, മെഷീൻ കണ്ടേ. ഏഴ് കിലോ നിറച്ചപ്പോൾ തന്നെ ഇത്രയായി. 7 കിലോ നിറച്ചപ്പോൾ തന്നെ ഇത്രയായി. ഇനി വെള്ളം കൂടി നിറച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇതെങ്ങനെ ഇളക്കും? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഡ്രൈ വെയിറ്റ് അല്ല, വെറ്റ്. ഇത് തുണി മുക്കി പിഴിഞ്ഞിരിക്കുമ്പോഴുള്ള വെയിറ്റാണ് ശരിക്കും ഇവിടെ കാണിക്കുന്നത്. അത് ഒരു തർക്കമായതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ പിടിച്ചതാണ്. ഓക്കെ, താങ്ക് യു.